നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് API എന്നാണ്. API എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നാണ്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് സെർവറാണെന്ന് വിചാരിക്കുക. അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഫോൾഡർ സെർവറും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് ക്ലയൻറ്റുമാണ്. ഈ ക്ലയൻറ്റും സെർവറുമാണ് കണക്ട് ചെയ്യുന്നത്. ഇത് രണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ API ഉപയോഗിക്കുന്നത്. ഈ ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രൗസറൊക്കെ ക്ലയൻറ്റാണ്. ഈ ബ്രൗസർ എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു റിക്വസ്റ്റ് ഞാനിപ്പോൾ എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു HTML പേജ് വരും. ഇതൊരു HTML പേജാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു HTML പേജാണ് ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ കാണുന്നത്. പക്ഷേ ഇത് ഇററാണ്, നെറ്റ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെ തന്നെ കണക്ക് കൂട്ടാം. അതായത് ഇതൊരു HTML പേജാണ്. ഇതാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ റെസ്പോൺസ് വരുന്നത്. ഓക്കെ, ഈ ഒരു സംഭവമാണ് ശരിക്കും ബാക്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സംഭവം വെച്ച് തന്നെ നോക്കാം. അപ്പോൾ ഇതാണ് ബ്രൗസർ എന്ന് പറയുന്നത്. അതായത് ക്ലയൻറ്റ് എന്ന് പറയുന്നത് ബ്രൗസറാണ്. ഈ ബ്രൗസറിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ആയിട്ട് കുറച്ച് ടെക്സ്റ്റൊക്കെ വരും. അതായത് നമ്മുടെ ഈ ഒരു ഗൂഗിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റൊക്കെ ഓൾറെഡി ആയിട്ട് നമ്മുടെ ക്ലയൻറ്റ് സൈഡിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഇമേജൊക്കെ നമ്മൾ, അതായത് ഈ ഒരു ഇമേജ് അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു ഇമേജ് അതുപോലെ തന്നെ ഇമേജിന് തൊട്ട് താഴെയുള്ള ടെക്സ്റ്റ്, ഇതൊക്കെ നമ്മൾ സെർവറിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് സെർവറിൽ നിന്ന് എടുക്കുന്ന പറയുമ്പോൾ ഈ ഒരു ടെക്സ്റ്റ് മാത്രമാണ് സെർവറിൽ നിന്ന് വരുന്നത്. അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, അതായത് API വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് സെർവറിൽ നിന്ന് ഡാറ്റ എടുത്തതെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇതൊരു HTML പേജാണ്. നിങ്ങളുടെ ബാക്കിൽ കാണുന്നത് ഈ ഒരു HTML പേജാണിത്. ഈ ഒരു HTML പേജ് ഡയറക്റ്റായിട്ട് സെർവറിൽ നിന്ന്, അതായത് സെർവറിൽ കുറച്ച് HTML ഫയൽ ഉണ്ടാവും. ആ ഒരു ഫയൽ ഡയറക്റ്റായിട്ട് നമ്മളുടെ ബ്രൗസറിലേക്ക് കൊണ്ടുവരികയാണ് മുമ്പ് ചെയ്തത്. അങ്ങനെ കൊണ്ടുവരുന്നതിന് ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലോഡാകുന്ന സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ടൈം കുറേ എടുക്കും. അതായത് HTML പേജ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി കുറേ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് പുതിയ രീതിയിലുള്ള ഒരു മെത്തേഡാണ് കൊണ്ടുവരുന്നത്. അതായത് ക്ലയൻറ്റ് സൈഡിൽ തന്നെ റെൻഡർ ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ പൊതുവെ ഉപയോഗിക്കുന്നത്. അതും ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതും മാറിയിട്ട് ക്ലയൻറ്റ് സൈഡിൽ തന്നെ സെർവറൊക്കെ കൊണ്ടുവരുന്ന രീതിയിലും പുതിയ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ആകെ നോക്കുന്നത് ഈ ഒരു സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് മുമ്പ് HTML പേജായിരുന്നു അയച്ചിരുന്നത്. ഇപ്പോൾ HTML പേജല്ല അയക്കുന്നത്. അതിൻ്റെ പകരം API, അതായത് JSON എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ഡാറ്റ ഈ ഒരു ക്ലയൻറ്റിലേക്ക് അയക്കുന്നത്. ക്ലയൻറ്റിൽ ഓൾറെഡി ഒരു HTML പേജ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ ഈ ബ്രൗസറാണ്. ഈ ഒരു ബ്രൗസറിൽ ഓൾറെഡി ഒരു HTML പേജ് ഉണ്ട്. ഈ ഒരു പേജിലേക്ക് വേണ്ട ഡാറ്റ മാത്രമാണ് ഈ ഒരു സെർവർ അയക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള സെർവർ, ഇവിടെ നിന്ന് കുറച്ച് ഡാറ്റ ഉണ്ടാവും. ആ ഒരു ഡാറ്റ മാത്രമാണ് ഈ ഒരു ക്ലയൻറ്റിലേക്ക് അയക്കുന്നത്. ബാക്കി ഇമേജോ മറ്റു കാര്യങ്ങളൊന്നും അയക്കുന്നില്ല. ഡാറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ആയിരിക്കാം, അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് ആയിരിക്കാം, അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് ആയിരിക്കാം. ഇതൊക്കെ ഡാറ്റ മാത്രമാണ്. അതായത് ക്ലയൻറ്റ് സെർവറിൽ നിന്ന് ഡാറ്റ മാത്രമാണ് ഇങ്ങോട്ട് അയക്കുന്നത്. ബാക്കിയൊക്കെ HTML പേജൊക്കെ ഓൾറെഡി ആയിട്ട് ക്ലയൻറ്റിൽ തന്നെ ഉണ്ടായിരിക്കും. ഈ ഒരു ഡാറ്റ അയക്കുന്നതിനെയാണ് നമ്മൾ API എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ API എന്ന് പറയുന്നത്. അപ്പോൾ API നമ്മൾ URL ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്.